പ്രിയമുള്ളവരെ, വചനജ്വാല 1039 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 5 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചനവായനയിൽ എസ്തേറിന്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. എസ്തേറിന്റെ പ്രാർത്ഥന. എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കിലേക്ക് ഓടി. അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും വസ്ത്രം ധരിച്ചു. വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി. ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി. അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു. അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയുമില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. അപകടം എന്റെ കൈപ്പൊട്ടിലെത്തിയിരിക്കുന്നു. കർത്താവേ, അങ്ങ് സകല ജനതകളിൽ നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവികന്മാരിൽ നിന്ന് ഒരു ശാശ്വതാവകാശമായി തിരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തി. കർത്താവേ, അങ്ങ് നീതിമാനാണ്. ഞങ്ങൾ അതികഠിനമായ അടിമത്തം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരാകുന്നില്ല. അങ്ങ് കൽപ്പിച്ചവയെ ഇല്ലാതാക്കാനും അങ്ങയുടെ അവകാശം നശിപ്പിക്കാനും അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ തടയാനും അങ്ങയുടെ ബലിപീഠത്തിലെ അഗ്നി കെടുത്താനും അങ്ങയുടെ ഭവനത്തിന്റെ മഹത്വം ഇല്ലാതാക്കാനും വ്യർത്ഥ വിഗ്രഹങ്ങൾക്ക് സ്തുതി പാടാൻ ജനതകളുടെ അധരങ്ങൾ തുറക്കാനും മർത്യനായ ഒരു രാജാവിനെ എന്നേക്കും മഹത്വപ്പെടുത്താനും അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു. കർത്താവെ, അസ്തിത്വമില്ലാത്ത ഒന്നിനെ അങ്ങയുടെ ചെങ്കോൽ അടിയറ വയ്ക്കരുതേ. ഞങ്ങളുടെ പതനത്തിൽ ഞങ്ങളെ പരിഹസിക്കാൻ അവരെ അനുവദിക്കരുതേ. അവരുടെ പദ്ധതി അവർക്കെതിരെ തിരിക്കണമേ. ഞങ്ങൾക്കെതിരെ ഇങ്ങനെ തുനിഞ്ഞവനെ മറ്റുള്ളവർക്ക് ഒരു പാഠമാക്കണമേ. കർത്താവെ, അങ്ങ് ഇതെല്ലാം ഓർക്കണമേ. ഞങ്ങളുടെ ഈ കഷ്ടദിനങ്ങളിൽ അങ്ങ് ഞങ്ങളെ വെളിപ്പെടുത്തണമേ. ദേവന്മാരുടെ രാജാവേ, സകലാധിപത്യത്തിന്റെയും അധിപനെ, എനിക്ക് ധൈര്യം പകരണമേ. സിംഹത്തിന്റെ മുൻപിൽ എനിക്ക് ഭക്ഷണ ചാതുര്യം നൽകണമേ. ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കേണ്ടതിന് അവന് മനംമാറ്റം വരുത്തണമേ. ശത്രുവും അവനോട് ചേർന്നവരും നശിക്കട്ടെ. ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ. ഞാൻ ദുഷ്ടന്മാരുടെ പ്രതാപത്തെയും അപരിചിതന്റെയും വിദേശിയുടെയും കിടക്കയെയും വെറുക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. അപര്യാഹമായ എന്റെ അവസ്ഥ അങ്ങറിയുന്നു. ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിരസിലണിയുന്ന എന്റെ ഉന്നത സ്ഥാനത്തിന്റെ ചിഹ്നത്തെ ഞാൻ വെറുക്കുന്നു. അതിനെ ഞാൻ മലിനമായ പഴന്തിനു പോലെ വെറുക്കുന്നു. ഔദ്യോഗികമല്ലാത്ത അവസരങ്ങളിൽ ഞാനത് ധരിക്കുന്നില്ല. അങ്ങയുടെ ദാസി ഹാമാന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല. രാജാവിന്റെ വിരുന്നുകളെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല. വിഗ്രഹാർപ്പിതമായ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല. അബ്രഹാത്തിന്റെ ദൈവമേ, കർത്താവെ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ, ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ. തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ആന്റണി സക്കറിയായെ അനുസ്മരിക്കുന്നു.
ബർണബൈറ്റ്സ് എന്ന സഭ സ്ഥാപിച്ച വൈദികനായ ആന്റണി മരിയ സക്കരിയ ഇറ്റലിയിൽ ജനിച്ചു. അമ്മ 18-ാം വയസ്സിൽ വിധവയായതിനെ തുടർന്ന് മകന്റെ വിദ്യാഭ്യാസത്തിന് തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. 22-ാം വയസ്സിൽ ഒരു ബിഷഗ്വര പരീക്ഷ ജയിച്ച് ദരിദ്രരുടെ ഇടയിൽ സേവനം ചെയ്തുകൊണ്ട് വൈദിക പഠനം പൂർത്തിയാക്കി. 28-ാം വയസ്സിൽ വൈദികനായി. മിലാനിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ സഭകൾ തുടങ്ങി. വൈദികരുടെയും സന്യസ്തരുടെയും ജീവിത നവീകരണമായിരുന്നു ലക്ഷ്യം. വിശുദ്ധ പൗലോസിന്റെ ശിഷ്യനായ വിശുദ്ധ ബർണബാസിന്റെ നാമത്തിലാണ് ബർണബൈറ്റ് സഭ സ്ഥാപിച്ചത്. ഒരു ധ്യാനം നയിച്ചുകൊണ്ടിരിക്കെ രോഗിയായി സ്വഭവനത്തിൽ പോയി അമ്മയുടെ ശുശ്രൂഷകൾ സ്വീകരിച്ച് 36-ാം വയസ്സിൽ ദിവംഗതനായി. മിലാന്റെ അപ്പസ്തോലനായിട്ടാണ് ഫാദർ ആന്റണി അറിയപ്പെടുക. പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ ആന്റണി മരിയ സക്രിയായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തേക്ക് പ്രവേശിക്കാം.